വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നൊരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ, ഒരു 1/4 കിലോ ചെമ്മീനേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ അത് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളികളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ലേ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇനി നമുക്കൊരു സ്വല്പം നാരങ്ങ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കണേ. കളറിന് വേണ്ടി ഒരു സ്വല്പം 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സ്വല്പം മതി കേട്ടോ, അത് കൂടിപ്പോകില്ലേ. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടിയോ കോൺഫ്ലവറോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി പൊളിക്കാനോ ഇഞ്ചി ചതയ്ക്കാനോ ഒന്നും പോകണ്ട, ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആയത് കേട്ടോ. അതങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചേക്കണേ. എന്നിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കാവുള്ളേ. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോണ്ട് ഞാനിതിപ്പോൾ നോർമലായിട്ടുള്ള എരിവാണ് ഇട്ടേക്കുന്നത്. ഒരുപാട് എരിവ് ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പെപ്പർ പൗഡറോ അല്ലെ ചില്ലി ഫ്ലേക്സോ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഒരു സ്വല്പം തേങ്ങാക്കൊത്തും കൂടി ചേർക്കും. ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് അത് അന്നേരം കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാവേ. ഇനി നമുക്ക് ആ പ്രോൺസ് ഫ്രൈ ചെയ്യാവേ. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ. അതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആയി വരണ്ടേ. അത് ചൂടായി കഴിയുമ്പോൾ ഒരു സ്വല്പം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണേ. ഒരുപാട് വേണ്ട, എന്നാലും ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലതാണ് ഈ ഫ്രൈ ഐറ്റത്തിൻ്റെ കൂടെ. അപ്പം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. എന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരണേ. കാരണം എന്താണെന്ന് വെച്ചറിയോ, ഈ പ്രോൺസിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് റെഡിയാവും. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് മൂക്കണമല്ലോ, അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ വെളിച്ചെണ്ണ കിടന്ന് ഇതൊന്ന് വഴന്ന് വരണേ. ഇടയ്ക്ക് ഇതൊന്ന് കടിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ആ തേങ്ങാക്കൊത്തെ. ഇപ്പം തേങ്ങാക്കൊത്ത് ഇങ്ങനെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പ്രോൺസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രോൺസ് നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴുണ്ടല്ലോ സിമ്മിലോട്ട് അങ്ങ് ആക്കിയേക്കണേ ഫ്ലെയിമേ. ഇത് നല്ല പുളിശ്ശേരിയുടെ കൂടെയും അല്ലെങ്കിൽ ഈ പ്രോൺസിൻ്റെ തന്നെ ഒഴിച്ചുകറികൾ ഞാൻ പല ടൈപ്പ് ഇട്ടിട്ടുണ്ട് ചാനലിൽ, അതിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉള്ള അതുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതൊക്കെ കൈകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതൊരു സ്ലോ കുക്കിംഗ് മതി കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യണ്ട. ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് ഓരോ സൈഡും കിടന്നൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്കിത് അങ്ങ് മിക്സ് ചെയ്യും. ഈ ഒരു 3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ പ്രോൺസ് ഇവിടെ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനത് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നി. അപ്പം ഞാനൊരു മിനിറ്റ് കൊണ്ട് വെച്ച് ഒരു 4 മിനിറ്റ്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അധികം നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ കിടക്കും. നമ്മൾ ഡീപ് ഫ്രൈ ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ കിട്ടാൻ മതിയേ. ഇതിപ്പോൾ ഓരോന്നും എടുത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കും. ഓരോന്നും ഇങ്ങനെ തിരിച്ചിടുന്ന ഇച്ചിരി മെനക്കേടായില്ലേ, എന്നാലും സാരമില്ല. നമുക്ക് ആ ഒരുപാട് എണ്ണയും വേണ്ട, ഒരു ടേസ്റ്റോട് നമുക്ക് കഴിക്കാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. ഈ ഒരു സൈഡും ഒരു 4 മിനിറ്റ് ഇതുപോലെ കിടന്ന് ഫ്രൈ ആകണേ. ഒരു സൈഡ് കുക്കായി, ഈ സൈഡും കൂടെ കുക്കായാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കായിട്ടുണ്ട്, 2 സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ ഒരു സ്വല്പം കുരുമുളകും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ആഡ് ചെയ്യണം. ഈ ഫ്രൈ ഐറ്റംസിനൊക്കെ എപ്പോഴും ഈ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണേ, അത് നല്ലതാണ്. അത് ബീഫ് ആണെങ്കിലും കൊള്ളാം, ചിക്കൻ ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും എല്ലാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാവേ. ആ ഒരു ലാസ്റ്റിൽ ആ കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നന്നായിട്ട് കയറി വരുവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ ഇത് കറക്റ്റായ എണ്ണയാണ്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിത് കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് കണ്ടോ, ഒട്ടും അത് അധികമായിട്ടില്ലായിരുന്നേ. കറക്റ്റായിട്ട് ആ കുക്ക് ചെയ്ത് കിട്ടാൻ പാകത്തിനുള്ള എണ്ണയായിരുന്നു അത്. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ഈ എണ്ണ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കും. അങ്ങനെ വരണ്ട. നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ആ ലാസ്റ്റ് ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, ഒരുപാട് എണ്ണ നമുക്ക് വേണ്ടല്ലോ. അപ്പം നമ്മുടെ
നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനെന്നോ പ്രോൺസെന്നോ എന്ത് വേണേലും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി അല്ലേ, ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ കുക്കിംഗ് ടൈം ആണെങ്കിലും പ്രോൺസിന് അറിയാമല്ലോ ഭയങ്കര കുറവാണ്. ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ പ്രോൺസ് റെഡിയാക്കി കിട്ടും. ഇതിപ്പം ഞാനൊരു 4-8 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും ഗസ്റ്റൊക്കെ വരുമ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുക. വീട്ടിൽ തന്നെ കിട്ടുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.